ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എൻ്റെ യാത്ര നെടുങ്കണ്ട എന്ന സ്ഥലത്തേക്കാണ്. അവിടുത്തെ ബീച്ച്, TS കനാലിൻ്റെ ഭാഗങ്ങൾ ഇതൊക്കെ ഉൾപ്പെടുത്തിയുള്ളൊരു വീഡിയോ ആണ് ഇന്നത്തെ. അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ ഷെയർ ചെയ്യുക വീഡിയോസ്. ഇതിവിടെ അടുത്തുള്ളൊരു കാറ്റാടി മരങ്ങളൊക്കെ ഉള്ളൊരു കാട് പോലത്തെ ഒരു പ്രദേശത്ത് നിന്നാണ് ഞാനിത് എടുക്കുന്നത്. അപ്പം നമുക്ക് ബീച്ചിൻ്റെ കനാലിൻ്റെയൊക്കെ കൂടുതൽ കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം. ഇതാണ് TS കനാലിൻ്റെ നെടുങ്കണ്ട ഭാഗത്തുള്ള കാഴ്ചകൾ. കനാലൊക്കെ ക്ലീൻ ചെയ്ത് സഞ്ചാരയോഗ്യമാക്കിയിട്ടുണ്ട്. ഇതാണ് ആ കാറ്റാടി മരങ്ങളൊക്കെ ഉള്ള ആ ഒരു പോർഷൻ. ഇതാണ് നെടുങ്കണ്ട ബീച്ചിൻ്റെ മെയിനായിട്ടുള്ള ഏരിയ. ഇവിടെ ബീച്ച് സൈഡിലൊക്കെ കാണാറുള്ള ഒരു വള്ളിച്ചെടി ഉണ്ടല്ലോ, അത് നല്ല പച്ചപ്പിലിങ്ങനെ, അതിൻ്റെ ഒരു പശ്ചാത്തലം, ബീച്ച്, അതൊക്കെ നല്ല മനോഹരമായൊരു കാഴ്ചയാണ്. ഈ സമയമായതിനാൽ സഞ്ചാരികളൊന്നുമില്ല. ഈവനിങ്ങിലൊക്കെ ആൾക്കാർ ഇവിടെ വരുന്നതാണ്. ഈ സ്ഥലമുള്ളത് അഞ്ചുതെങ്ങ് പഞ്ചായത്തിലാണ്. ഈ ബീച്ച് ഏരിയ ഉൾപ്പെടുന്നത്. പിന്നെ കടയ്ക്കാവൂരാണ് അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ. വർക്കലയുമുണ്ട്. പിന്നെ ബസ് മാർഗ്ഗം ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒന്നാം പാലം സ്റ്റോപ്പിൽ ബസ് ഇറങ്ങുക. ഒരു വൺ ഡേ ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യുന്നവർക്ക് പറ്റിയൊരു സ്ഥലമാണ്. പിന്നെ വർക്കല വരുന്നവർക്ക്, ശിവഗിരി വരുന്നവർക്കൊക്കെ വന്ന് കാണാൻ പറ്റിയൊരു നല്ല സ്ഥലമാണ്. നല്ല പച്ചപ്പുണ്ട്. കാലവർഷമൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന സമയമായതിനാൽ തന്നെ എത്ര കണ്ടാലും മടുക്കാത്ത കടലിൻ്റെ കാഴ്ചകളാണ് ഓരോ സഞ്ചാരിയെയും ബീച്ചിലേക്ക് നമ്മളെ സ്വാഗതം ചെയ്യുന്നു.
ബീച്ചിലൊക്കെ അല്പം നേരം ക്വയറ്റായിട്ടുള്ള ഏരിയ വേണം എന്ന് നിർബന്ധമുള്ളവർക്കൊക്കെ ഇവിടെ വന്ന് കാണാവുന്നതാണ്. കാരണം അധികം അവിടെ ആൾക്കാരുടെ ബഹളമൊന്നുമില്ല, കച്ചവടങ്ങളും ഒക്കെ തീരെ കുറവാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഈവനിങ്ങിലൊക്കെ വന്ന് ഫാമിലിയായിട്ടോ പിന്നെ ഇറങ്ങി വരാനുള്ള ഈ സൈഡ് വഴിയൊക്കെ ഉള്ള വഴി ഇച്ചിരി ബുദ്ധിമുട്ടുള്ളതാണ്. ഞാൻ ആ പള്ളി സൈഡ് വഴിയാണ് ഇങ്ങോട്ട് ഇറങ്ങി വരുന്നത്. അതല്ലാതെ വഴി ഉണ്ടായിരിക്കാം. ബീച്ചിൻ്റെ ആ ഭാഗത്തൊക്കെ ഒരുപാട് ആൾക്കാർ താമസിക്കുന്നതാണ്. മത്സ്യബന്ധനം ഉപജീവനമാക്കി ഒരുപാട് ആൾക്കാർ ഇവിടെ താമസിക്കുന്ന ഒരു വില്ലേജ് ഏരിയ കൂടിയാണ് നെടുങ്കണ്ട. അപ്പം വർക്കല ശിവഗിരിയൊക്കെ വരുന്നവർ ഈ ബീച്ചിൻ്റെ ഈ ഭാഗം കൂടി കാണാൻ വളരെ മനോഹരമാണ്. സൈലൻ്റ് ഏരിയയാണ്. ഋതുശോഭയാകെ ഒരു കുഞ്ഞു പൂവിൽ എന്ന് പറഞ്ഞ പോലെ ഈ തീരത്തിൻ്റെ അത്രയും ഭംഗി ഈ പൂ കൊണ്ട് നിൽക്കുന്ന പോലെ തോന്നി. അപ്പോൾ ഈ മനോഹരമായ തീരത്തോട് യാത്ര പറയുകയാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.